ജോലിസ്ഥലങ്ങളിലെ മാനസിക സമ്മർദ്ദം. ഒരു വർഷം 8,40,000 മരണങ്ങൾ. ജോസ് ടി എബ്രഹാം എഴുതിയ ലേഖനം. IMFന്റെ സാമ്പത്തിക രംഗം സംബന്ധിച്ച വേൾഡ് എക്കണോമിക് ഫോറം റിപ്പോർട്ട്, ILOയുടെ തൊഴിൽ രംഗത്തെ മാനസിക സമ്മർദ്ദം സംബന്ധിച്ച റിപ്പോർട്ട് തുടങ്ങിയവയാണ് ഈ കുറിപ്പിൽ ചർച്ച ചെയ്യുന്നത്. വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് 2026 ഭാഗമായി ILO ഏപ്രിൽ 2026 ദ സൈക്കോളജിക്കൽ വർക്കിംഗ് എൻവയോൺമെന്റ്, ഗ്ലോബൽ ഡെവലപ്മെന്റ്സ് ആൻഡ് പാത്വൈസ് ഫോർ ആക്ഷൻ എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എല്ലാ വർഷവും ഏപ്രിൽ 28 ജോലി സ്ഥലങ്ങളിലെ സുരക്ഷയുടെയും ആരോഗ്യത്തിൻ്റെയും ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചു വരുന്നു. ഇതിന് മുന്നോടിയായാണ് ILO മേൽ സൂചിപ്പിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ILOയുടെ റിപ്പോർട്ട് പ്രകാരം ജോലി സ്ഥലങ്ങളിലെ മാനസിക സമ്മർദ്ദം മൂലം ഒരു വർഷം 8,40,000 പേർ മരണമടയുന്നു എന്ന് കണ്ടെത്തി. ഈ രൂപത്തിൽ തൊഴിലാളികൾ കടുത്ത സമ്മർദ്ദത്തിലാകാൻ കാരണം അതിദീർഘമായ തൊഴിൽ ദിനങ്ങളും ജോലിയിലെ സുരക്ഷിതത്വമില്ലായ്മയും തൊഴിൽ സ്ഥലങ്ങളിലെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളുമാണ്. ഇത്തരം സമ്മർദ്ദങ്ങൾ മൂലം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, മാനസിക രോഗം, അതിനെ തുടർന്നുള്ള ആത്മഹത്യകൾ എന്നിവ മൂലമാണ് തൊഴിലാളികളുടെ മരണസംഖ്യ ഇത്രയധികം ഉയർന്നിരിക്കുന്നത്. ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾ മൂലം വലിയ രൂപത്തിലുള്ള മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തരം വൈകല്യങ്ങൾ മൂലം ഒരു വർഷം നഷ്ടമാകുന്ന മൊത്തം തൊഴിലാളികളുടെ ജീവിത വർഷങ്ങൾ 4.5 കോടിയോളമാണെന്നും ILO റിപ്പോർട്ട് ചെയ്യുന്നു. ജീവിതവർഷം എന്നാൽ ഒരു തൊഴിലാളിയുടെ ഒരു വർഷത്തെ ജോലി എന്ന് കണക്കാക്കാം. ഒരു തൊഴിലാളി 50-ാം വയസ്സിൽ മാനസിക സമ്മർദ്ദം മൂലം ജോലി ചെയ്യാൻ കഴിയാതെ രോഗിയായാൽ അയാളുടെ റിട്ടയർമെന്റ് പ്രായം 60 വയസ്സാണെങ്കിൽ അയാളുടെ 10 ജീവിത വർഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്. ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങളും അകാല മരണങ്ങളും മൂലം ഓരോ വർഷവും GDPയുടെ 1.37% വരെ നഷ്ടപ്പെടുന്നു. മനസ്സിനിണങ്ങിയ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് നല്ല ഉൽപ്പാദനത്തിനും സാമൂഹിക സുസ്ഥിരതയ്ക്കും അത്യന്താപേക്ഷിതമാണ്. മനസ്സിനിണങ്ങിയ തൊഴിൽ അന്തരീക്ഷം എന്നതുകൊണ്ട് ILO ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് തൊഴിലും തൊഴിൽ സ്ഥലവും തൊഴിലിൻ്റെ സമയവും ക്രമീകരിച്ചിരിക്കുന്നത്? തൊഴിൽ നയങ്ങൾ തൊഴിലാളിക്ക് അനുകൂലമാണോ? തൊഴിൽ സ്ഥലത്തെ നയങ്ങളും നടപടികളും തൊഴിലാളികളെ സമ്മർദ്ദത്തിലാക്കുന്നതാണോ? തുടങ്ങിയ വിഷയങ്ങളാണ്. ഒരു ജോലി സ്ഥലത്തെ പരസ്പര ബന്ധിതമായ അന്തരീക്ഷത്തെ സമഗ്രമായി പരിശോധിച്ചാലേ ആ സ്ഥലത്തെ അന്തരീക്ഷം തൊഴിലാളികൾക്ക് അനുകൂലമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും ILO പറയുന്നു. ജോലിയുടെ സ്വഭാവം, ജോലി സുരക്ഷിതത്വം, ആ ജോലി ആവശ്യപ്പെടുന്നത് തൊഴിലാളികളിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ തൊഴിലാളിയുടെയും മാനസികാരോഗ്യം. തൊഴിലാളികളുടെ ഉത്തരവാദിത്തങ്ങൾ അവരുടെ കഴിവുകളുമായി ഒത്തുപോകുന്നതാണെങ്കിലേ അവർക്ക് മാനസിക സമ്മർദ്ദം കൂടാതെ പണിയെടുക്കാൻ കഴിയൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രയോഗവും മാറിവരുന്ന തൊഴിൽ നിയമങ്ങളും തൊഴിൽ അന്തരീക്ഷവും ലോകത്താകെ തൊഴിലാളികളെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് ILO റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. 2025 IT മേഖലയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ടത് 2,45,951 തൊഴിലാളികൾ. 2025 ഒറാക്കിൾ, ഇന്റൽ, TCS, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ കമ്പനികൾ പിരിച്ചുവിട്ടത് 2,45,951 പേരെയാണ്. ഓരോ ദിവസവും 783 ജീവനക്കാർ എന്ന തോതിൽ പുറത്തായി. ഇന്റൽ 21,000 ജീവനക്കാരെ പറഞ്ഞയച്ചു. TCS 12,000 പേരെയും മൈക്രോസോഫ്റ്റ് 9,000 പേരെയും പുറത്താക്കി. 2026 ഏപ്രിൽ മാസം വരെ പിരിച്ചുവിട്ടത് 85,156 പേരെയാണ്. പ്രതിദിനം 708 പേർ എന്ന കണക്കിൽ. ഒറാക്കിൾ 30,000 പേര് പിരിച്ചുവിട്ടപ്പോൾ ആമസോൺ 16,000-ഉം ആക്സെഞ്ചർ 11,000 ജീവനക്കാരെയും പുറത്താക്കി. ക്ലൗഡ് കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ്, എഞ്ചിനീയറിംഗ്, ഓപ്പറേഷൻസ്, സെയിൽസ് തുടങ്ങിയ പ്രവൃത്തികൾ കൈകാര്യം ചെയ്തിരുന്ന ജീവനക്കാർ, മാനേജർമാർ, ഡയറക്ടർമാർ എന്നിന് സീനിയർ വൈസ് പ്രസിഡന്റുമാർ പോലും പിരിച്ചുവിട്ടപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. സർവീസ് പൂർത്തിയാക്കിയ ഓരോ വർഷത്തിനും 1 മാസത്തെ ശമ്പളം എന്ന കണക്കിലാണ് ചില കമ്പനികൾ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് നഷ്ടപരിഹാരം നൽകിയത്. ചില കമ്പനികൾ കാര്യമായ നഷ്ടപരിഹാരം ഒന്നും നൽകിയുമില്ല. ഒറാക്കിൾ കോർപ്പറേഷൻ ഇന്ത്യയിൽ നിന്ന് മാത്രം പിരിച്ചുവിട്ടത് 12,000 പേരെയാണ്. ഒറാക്കിളിന്റെ മുംബൈ ഓഫീസിൽ ക്ലൗഡ് ആർക്കിടെക്റ്റായി പണിയെടുത്തിരുന്ന ഒരാൾ പിരിച്ചുവിടലിന്റെ വിവരം അറിഞ്ഞത് 2026 മാർച്ച് 31 അതിരാവിലെ ലഭിച്ച ഇമെയിൽ സന്ദേശത്തിലൂടെയാണ്. ആ ദിവസം അയാളുടെ അവസാന പ്രവൃത്തി ദിവസമാണെന്നും കമ്പനി ഇമെയിലിൽ അറിയിച്ചു. പിരിച്ചുവിടലിനെ കുറിച്ച് ജീവനക്കാർക്ക് ചില സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു നോട്ടീസ് നൽകാതെയാണ് ഒറാക്കിൾ ലോകമാകെ 30,000 പേരെ പിരിച്ചുവിട്ടത്. നിർമ്മിത ബുദ്ധി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ പിരിച്ചുവിടലുകൾ നടന്നത്. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഒറാക്കിൾ കോർപ്പറേഷൻ 22% വളർച്ച നേടി. എന്നിട്ടും തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ട് ലാഭം കുന്നുകൂട്ടാനാണ് അവർ ശ്രമിക്കുന്നത്. ഡാറ്റാ സെന്ററുകളിലെ ജീവനക്കാരെയാണ് ഏറ്റവും അധികം പിരിച്ചുവിട്ടത്. പിരിച്ചുവിടലിന്റെ കഥ ഇപ്പോഴും തുടരുകയാണ്.
ട്രംപിന്റെ ഇറാൻ കടന്നുകയറ്റം സാമ്പത്തിക മാന്ദ്യം കെട്ടഴിച്ചുവിടും IMF. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ഇറാൻ യുദ്ധം ആഗോള സമ്പദ് രംഗത്തെ മാന്ദ്യത്തിലെത്തിക്കാം എന്നാണ് IMF റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ യുദ്ധം ആഗോള സാമ്പത്തിക ഇടപാടുകളുടെയും വ്യാപാരത്തിന്റെയും ചരക്ക് നീക്കത്തിന്റെയും താളം ആകെ തെറ്റിച്ചിരിക്കുകയാണെന്ന് IMF 2026 ഏപ്രിൽ 14 പ്രസിദ്ധീകരിച്ച വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിൽ ചൂണ്ടിക്കാണിക്കുന്നു. എണ്ണയുടെയും ഗ്യാസിന്റെയും വില ക്രമാതീതമായി കുതിച്ചുയർന്നു കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ ചരക്ക് നീക്കം തടഞ്ഞിരിക്കുന്ന മൂലം വളങ്ങൾ, ഹീലിയം തുടങ്ങിയ അവശ്യ ചരക്കുകളുടെ നീക്കം കുത്തനെ ഇടിഞ്ഞു. അതിന്റെ ക്ഷാമം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ മാസം 2ാം വാരത്തോടെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ IMF പ്രതീക്ഷിച്ചത് യുദ്ധം അധികാലം നീണ്ടു നിൽക്കില്ല എന്നാണ്. ആ സാഹചര്യത്തിൽ പോലും സാമ്പത്തിക രംഗത്തെ താളം ആകെ തെറ്റിയെന്ന് IMF കണക്കാക്കിയിരുന്നു. ഇന്നിപ്പോൾ യുദ്ധം എന്നവസാനിക്കുമെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. 2026 ഫെബ്രുവരി 28 ഇറാനും അമേരിക്കയും ഇസ്രായേലിനെതിരെ കടന്നാക്രമണം നടത്തിയത്. ഏപ്രിൽ മാസത്തിലാണ് IMF 2026 സാമ്പത്തിക വളർച്ച 3.1%, 2027 3.2% ഇടിയുമെന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ സാമ്പത്തിക രംഗം അതിലും താഴേക്ക് പോകാനാണ് സാധ്യത.